ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കൊള്ളി അല്ലെങ്കിൽ ഒരു കപ്പ സ്റ്റൂ ആണ്. അപ്പോൾ ഇത് തൃശ്ശൂർ ഭാഗത്തൊക്കെ എല്ലാവരും ദോശയും ചപ്പാത്തിയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു സിമ്പിൾ കറിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പ അല്ലെങ്കിൽ കൊള്ളി. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ മീഡിയം ഹൈ ഹീറ്റിൽ ഞാൻ കപ്പ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. അതിനുശേഷം നമ്മൾ കപ്പയിലൊന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് സൈഡിലെടുത്ത് വെക്കാം. പിന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചതച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു 2 കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് ചോക്കുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച ചുവന്ന മുളക് ചേർക്കുക, അല്ലെങ്കിൽ ചുവന്ന മുളക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളകൊന്ന് മൂക്കുന്ന വരെ വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാ മസാലയും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് പോരെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കപ്പ കുറച്ച് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള കറിയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുക. ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാം. കപ്പയൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്കായിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷെ ഇത് വളരെ ടേസ്റ്റിയാണ്. കപ്പ വെറുതെ ഈ സ്റ്റൈലിൽ കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ഡബിൾ ആവും. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ കൊള്ളി സ്റ്റൂ അല്ലെങ്കിൽ കപ്പ സ്റ്റൂ റെഡി. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.